ഹാൻഡ് എംബ്രോയിഡറി ട്യൂട്ടോറിയലിൻ്റെ മൂന്നാമത്തെ സീരീസിൻ്റെ മൂന്നാമത്തെ സെക്ഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആദ്യത്തെ സെക്ഷനിൽ 4 സ്റ്റിച്ചസ് ആണ് കണ്ടത്. യൂഷ്വലി ലീവ്സും പെറ്റൽസും തയ്ക്കുന്നതാണ് അത് യൂസ് ചെയ്യുന്നത്, ആ 4 സ്റ്റിച്ചസും. പിന്നെ രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ കണ്ടത് കച്ച് വർക്കിൻ്റെ 2 പാറ്റേൺ എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ കാണാൻ പോണ മറ്റ് 4 സ്റ്റിച്ചസ് ആണ്. ഇതും സ്പേസ് ഫില്ല് ചെയ്യാനും എന്താ തുണിയുടെ തയ്യലിൻ്റെ അവിടെ ടൈലർ യൂസ് ചെയ്യുന്ന 2 സ്റ്റിച്ചേഴ്സ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അത് സ്ട്രെങ്തൻ ചെയ്യും. നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന ഇപ്പോൾ പാവാടയുടെയൊക്കെ പ്ലീറ്റ്സിൻ്റെ മുമ്പിലായിട്ട്, ഏറ്റവും മുമ്പിലായിട്ട് ഈ സ്റ്റിച്ച് ചെയ്യും അവർ. പ്ലീറ്റ്സ് ഒക്കെ ടൈറ്റനായിട്ട് ഇരിക്കാനും ഉറപ്പോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ടൈലേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി വെച്ച് ചെയ്താൽ നമുക്ക് ഡെക്കറേറ്റീവ് ആയിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ ഈ സ്റ്റിച്ചൊക്കെ തയ്ക്കാനായിട്ട് നമുക്ക് ആങ്കറിൻ്റെ ത്രെഡോ അല്ലെങ്കിൽ പേൾ കോട്ടൺ ത്രെഡോ സിൽക്ക് ത്രെഡോ ഒഴികെ ബാക്കി ഏത് ത്രെഡും യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റിച്ചിങ് ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഞാൻ അവിടെ ഇപ്പോൾ ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെമ്മന്തി സ്റ്റിച്ച് എന്ന് പറഞ്ഞ സ്റ്റിച്ചാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ പൂക്കൾ തയ്ക്കാനാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ സർക്കിളിലുള്ള പൂക്കളാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു സെമി സർക്കിളാണ് എടുത്തേക്കുന്നത്. ഉള്ളിലൊരു സർക്കിൾ വരച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് ഔട്ടറിൽ വേറൊരു സർക്കിൾ വരച്ചു. ഈ സെക്കൻഡ് സർക്കിളും തേർഡ് സർക്കിളും ആയിട്ടുള്ള ഡിഫറൻസ്, ഗ്യാപ്പ് അധികം പാടില്ല. തൊട്ടടുത്തടുത്ത് വേണം, ഒത്തിരി പാടില്ല. പക്ഷേ ഫസ്റ്റും സെക്കൻഡും ആയിട്ട് ഒരു ഗ്യാപ്പ് വെക്കാം. ഈ ഒരു ഗ്യാപ്പ് എന്തോരം ആയാലും കുഴപ്പമില്ല, ഈ ഗ്യാപ്പ് അധികം പാടില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ എപ്പോഴും വരയ്ക്കേണ്ടത്. 3 സർക്കിളും വരയ്ക്കേണ്ടത് അങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ 6 സ്ട്രാൻഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സാരിയിലൊക്കെ തയ്ക്കുവാണെങ്കിൽ 2 3 സ്ട്രാൻഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഈ ഫസ്റ്റ് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്കാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് സർക്കിളും തേർഡ് സർക്കിളിൻ്റെയും ഇവിടെ ഇങ്ങനെ എടുക്കുക, നീഡിലിങ്ങനെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ എടുത്ത സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് തന്നെ ഈ ഫസ്റ്റ് സർക്കിളിൻ്റെ അവിടം വരെ എടുക്കുക ഇങ്ങനെ. എന്നിട്ട് ഈ ത്രെഡ് ഇതുവഴി, അപ്പോൾ നീഡിലിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വെക്കണം. ഇവിടെയല്ല വെക്കേണ്ടത്, ഈ സൈഡിലല്ല, റൈറ്റ് സൈഡിൽ വെക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ഇത് ഇവിടെയാണ് ത്രെഡ് ഇരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഈ സെക്കൻഡ് സർക്കിളിൻ്റെ ഇവിടെ നിന്ന് തേർഡ് സർക്കിൾ നമ്മൾ ആദ്യം എടുത്ത ഈ ഒരു പോയിന്റിലോട്ട് വേണം എടുക്കാനായിട്ട്. സെക്കൻഡ് സർക്കിളിൽ നിന്ന് തേർഡ് സർക്കിളിൻ്റെ ആദ്യം എടുത്ത പോയിന്റിൻ്റെ അവിടത്തോട്ട് അങ്ങോട്ടേക്ക് നമ്മൾ നീഡിലെടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടം വരെ എടുത്തു. ഇനി ചെയ്യേണ്ട എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെൻട്രൽ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്. ഈ ഫസ്റ്റ് സർക്കിളിൻ്റെ അവിടെ എടുക്കുകയാണ്. എന്നിട്ട് ആദ്യം ചെയ്തവരെ തന്നെ ത്രെഡ് ഇപ്പറേ നീഡിലിൻ്റെ ഈ റൈറ്റ് സൈഡിലോട്ട് ഇടുന്നു. എന്നിട്ട് നമ്മൾ ത്രെഡ് ആ നീഡിൽ പാസ് ചെയ്തെടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇതാണ് നമ്മൾ തീർന്നത്. ഇനി നമ്മൾ സെക്കൻഡ് പോയിന്റിലോട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ആ പോയിന്റിലോട്ട് ഞാനിവിടെ ഇപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് വരച്ച് വെച്ചിട്ടുണ്ട്. ആ പോയിന്റിലോട്ട് പോകണം. അപ്പോൾ എൻ്റെ പോയിൻ്റ് ഇത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ എടുക്കുക. സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ട് ഇങ്ങനെ എടുക്കുന്നു. ഇനി വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് ഫസ്റ്റ് സർക്കിളിൻ്റെ അവിടെ എടുക്കുന്നു. ത്രെഡ് ഈ സൈഡിൽ, നമ്മൾ ഇവിടെ നിന്ന് സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ട് വീണ്ടും നമ്മൾ ഈ പോയിന്റിലോട്ട് തന്നെ നമ്മൾ എടുക്കുകയാണ്. വീണ്ടും സെൻറ്ററിൽ നിന്ന് ഫസ്റ്റിലോട്ട് എടുക്കുന്നു. നീഡിലിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ത്രെഡ് വയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പെറ്റലും കഴിഞ്ഞു.
ഇനി നമ്മൾ തേർഡിലോട്ട് പോവുക. ഇത് ഞാൻ തൊട്ടടുപ്പിച്ചടുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. 6 strands ആയതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് വരും. ഇതുപോലെ നമ്മൾ ഫുൾ ഫ്ലവറും നമ്മൾ ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ തേർഡ് പോയിന്റിലോട്ട് നമ്മൾ വന്നു. അതുപോലെ ഇത് എല്ലാ പോയിന്റിലോട്ടും ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ നല്ല ഭംഗിയിൽ വരും ഈ ഫ്ലവർ. നമ്മളിപ്പോൾ ചെമ്മന്തി സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 6 strands യൂസ് ചെയ്താണ് തയ്ക്കുന്നത്. അതുകൊണ്ട് ഇത്ര തിക്കായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് 2 strands ആയാലും മതി. അകത്തി തയ്ക്കണമെങ്കിൽ അകത്തി തയ്ക്കാം. ഇനിയും ടൈറ്റായിട്ട് തയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും തയ്ച്ചാൽ നല്ല ഭംഗിയിൽ വരുന്ന സ്റ്റിച്ചാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് കാണാം. അത് തയ്ക്കാനായിട്ട് ഞാനൊരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിച്ചിന് ഇതിൻ്റെ പേര് ക്രോസ് ഫുട്ട് സ്റ്റിച്ച് എന്നാണ്. അപ്പോൾ അതിന് ഈക്വൽ സൈഡ്സ് ആയിരിക്കണം. ഈ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കണം. അങ്ങനത്തെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ തയ്ക്കുന്നത് ഇതുപോലെ ആദ്യം കുറച്ച് പുറത്തായിട്ട് എടുത്തു. സൈഡിൽ നിന്ന് എടുക്കുക. ഈ സൈഡിലോട്ട് നമ്മൾ താത്തുകയാണ്. ഇത് ഞാൻ 6 strands ആണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് പേൾ കോട്ടൺ ത്രെഡ് അങ്ങനെ ഇത്തിരി ഷൈനിങ് എഫക്റ്റ് ഉള്ള ത്രെഡ് ഇട്ട് തയ്ച്ചാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഒരു 3 dimension ഒരു ഇത് കിട്ടും. ഇനി ഇവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതിൻ്റെ കുറച്ച് പുറത്തായിട്ട് തൊട്ടടുത്ത് തന്നെ കുത്തിയാൽ മതി. ഇങ്ങനെ. പിന്നെ ഇതിൻ്റെ ഇവിടെ നിന്ന് ഈ സൈഡ്. അപ്പോൾ 3 സൈഡ് നമ്മൾ തയ്ച്ചു. ഇനി ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താണ് നമ്മൾ ഈ ട്രയാങ്കിൾ ഫുള്ളും ഫില്ല് ചെയ്യുന്നത്. ഇനി വീണ്ടും ആദ്യം നമ്മൾ എവിടെയാണോ എടുത്തത് അവിടെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ എടുക്കുവാണ്. വീണ്ടും ഇങ്ങോട്ടേക്ക്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു വരെ ടൈലേഴ്സാണ് യൂസ് ചെയ്യുന്നത്. മെഷീൻ വെച്ചിട്ട് തയ്ക്കാനാണ് യൂസ് ചെയ്യുന്നത്. അതല്ലാണ്ട് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഡെക്കറേറ്റീവ് പീസസിലൊക്കെ തയ്ക്കാൻ, ഇപ്പോൾ കുഷ്യൻ കവറിൻ്റെ അകത്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഇതുപോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ട്രയാങ്കിൾ തയ്ക്കാനോ അല്ലെങ്കിൽ ഹൂപ്പിലോ ക്വിൽറ്റിലൊക്കെ തയ്ക്കാനായിട്ട് ബലം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി ഈ സ്റ്റിച്ച് യൂസ് ചെയ്യുന്ന ടൈലേഴ്സ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സ്കേർട്ടിൻ്റെ പ്ലീറ്റ്സ് വന്നതിൻ്റെ മേളിലായിട്ട് അവർ തയ്ക്കും. ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് തയ്യൽ വിട്ടു പോകാതെ, പ്ലീറ്റ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് വിട്ടു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണിത്. അപ്പോൾ അത് നമ്മൾ കൈകൊണ്ട് തയ്ക്കുമ്പോൾ നമുക്ക് ഡെക്കറേറ്റീവ് പീസസ് ആയിട്ടും നമുക്ക് തയ്ച്ച് വയ്ക്കാം. തൊട്ടടുപ്പിച്ച് തയ്ക്കണത് ഒട്ടും ഗ്യാപ്പ് കാണാതെ തന്നെ തയ്ക്കുക. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ട്രയാങ്കിൾ ഫില്ല് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളിതിങ്ങനെ കഴിയാറായി പോർഷൻസ്. ഇത് ഈ സൈഡിലാകെ ഇത്രയേ ഉള്ളൂ, ഒരു എണ്ണം കൂടെ കുത്താനുള്ളൂ. ഇവിടെയാണെങ്കിലും അത്രയേ ഉള്ളൂ പോർഷൻ, ഇവിടെയാണെങ്കിലും. അപ്പോൾ നമ്മളിങ്ങനെ തയ്ച്ച് വരുമ്പോൾ നടുക്കൊരു ട്രയാങ്കിൾ മാതിരി ഓവർലാപ്പ് ചെയ്ത് വരും. കാണാൻ നല്ല ഒരു 3D എഫക്റ്റ് വരും നമുക്കിത് തയ്ച്ച് കഴിയുമ്പോൾ. അത് ക്വിൽറ്റിലൊക്കെ തയ്ക്കാനായിട്ട് നല്ലൊരു സ്റ്റിച്ചാണ്. ഇത് ആകെ നമ്മൾ തയ്ക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം, ഒട്ടും വിടവ് വരരുത്. തുണി ഒട്ടും കാണാൻ പാടില്ല. അപ്പോൾ അതുപോലെ അടുപ്പിച്ച് വേണം തയ്ക്കാനായിട്ട്. പിന്നെ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ എല്ലാ സൈഡ്സും ഈക്വലായിട്ട് വരയ്ക്കണം, എന്നാലാണ് ഇത് നേരെയാവുള്ളൂ. അപ്പം നമ്മൾ ഇതുവരെ തയ്ച്ച് കഴിയാറായി. അപ്പോൾ നടുക്കൊരു ട്രയാങ്കിൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ പുറമേ കൂടെ വേറൊരു ട്രയാങ്കിളും നമുക്ക് കാണാം. അതിൻ്റെ സൈഡ്സിൽ ഇവിടെ ഈ ഒരു തയ്യലൊക്കെ ഫിഷ് ബോൺ തയ്ക്കുമ്പോൾ വരുന്ന മാതിരി ഇങ്ങനെ നടുക്കേട്ട് പോയിൻറ്റ് ചെയ്ത് ഇപ്പുറത്തുനിന്നും 2 സൈഡിൽ നിന്നും ത്രെഡ് വന്ന് നടുക്കേ കൂടെ പോയിൻറ്റ് ചെയ്തും ആണ് ഈ 3 കോർണേഴ്സും ഇരിക്കുന്നത്. നടുക്ക് ഒരു ട്രയാങ്കിളും വരും. അങ്ങനെ ഒരു 3D എഫക്റ്റ് ഉള്ളൊരു വർക്കാണ് ഇത്. അടുത്തത് നമ്മൾ ഒരു ഹാർട്ട് ഷേപ്പ് വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ തയ്ക്കാൻ പോകുന്ന ബട്ടർഫ്ലൈ സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ ഇത് തയ്ക്കുമ്പോഴും 6 strands തന്നെ യൂസ് ചെയ്യണം. അതല്ല പേൾ കോട്ടൺ ത്രെഡ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ആങ്കർ ത്രെഡ് ആണെങ്കിൽ 6 strands തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് എടുക്കുകയാണ്. എന്നിട്ട് കൃത്യം നടുക്ക് തന്നെ അവിടെ മേളിൽ സെൻറ്റർ പോയിൻറ്റിൽ നമ്മൾ താത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഇവിടുന്ന് നമ്മൾ ക്രോസ് ചെയ്ത് ഈ പോയിൻറ്റിലോട്ട്
ഇനി ഇവിടുന്ന് അപ്പുറത്തെ സൈഡിലോട്ട് വീണ്ടും അതുവരെ പോവുക. ഇത് പൂക്കൾ ഫില്ല് ചെയ്യാൻ, ഇതുപോലെ ഹാർട്ട് ഷേപ്പിലുള്ള പെറ്റൽസ് ഫില്ല് ചെയ്യാൻ, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ട് തന്നെ വേണമെന്നില്ല, റൗണ്ട് ആയാലും നമുക്കിതുപോലെ തന്നെ ഫില്ല് ചെയ്യാം. സെൻറ്ററിൽ നിന്ന് സർക്കിളാണെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ ചെയ്യുക. തൊട്ടടുത്തടുത്ത് ചെയ്താൽ തുണി കാണത്തില്ല, അകത്തി ചെയ്യണമെങ്കിൽ അകത്തിയും ചെയ്യാം. 2 രീതിയിൽ ചെയ്താലും നല്ലതാണ്. 6 strands ഇട്ട് തയ്ച്ചാലാണ് അതിൻ്റെ ഒരു എടുപ്പുണ്ടാവുള്ളൂ. ഇതുവരെ നമ്മൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് തയ്ച്ച് ഈ ഹാർട്ട് ഫുള്ളും നമ്മൾ ഫില്ല് ചെയ്യണത്. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ സ്റ്റിച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ഗ്യാപ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാപ്സ് ഒട്ടും വേണ്ട എന്നുണ്ടെങ്കിൽ അതുപോലെ തിക്കായിട്ട് തയ്ച്ചാൽ അത് ഇവിടെ വന്നേക്കണ പോലെ വരും ഇവിടെ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ തയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഫുള്ളും ഗ്യാപ്പിൽ വേണമെങ്കിൽ ഗ്യാപ്പിൽ തയ്ച്ചാൽ ഇത് കാണാൻ നല്ല ഭംഗിയാവും. അപ്പോൾ ഇത്രയും ഒരു 3D എഫക്റ്റ് ഇവിടെ വരത്തുണ്ടാവില്ല. എല്ലാം ഒത്തിരി അകത്തി തയ്ച്ച് ഇത്രയും ത്രെഡ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരാത്തതുകൊണ്ട് ഇവിടുത്തെ ആ ഒരു എഫക്റ്റ് കുറച്ച് കുറയും എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 4ാമത്തെ സ്റ്റിച്ച് കാണാം. 4ാമത്തെ സ്റ്റിച്ച് നേരത്തെ തയ്ച്ച ക്രോസ് ഫുട്ട് സ്റ്റിച്ച് പോലെ തന്നെ ഒരു ഇത്തിരി ഡിഫറൻസേ ഉള്ളൂ. സ്പ്രാറ്റ്സ് ഹെഡ് സ്റ്റിച്ച് എന്നാണ്. ഇതും ക്രോസ് ഫുട്ട് സ്റ്റിച്ച് പോലെ തന്നെ ഒരു ഡെക്കറേറ്റീവ് പീസായിട്ട് നമുക്ക് തയ്ക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ മേളിൽ നിന്ന് തന്നെ എടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ ക്രോസ് ഫുട്ട് സ്റ്റിച്ചിലാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് തയ്ക്കും. ഇതിന് ആ ഒരു തയ്യലില്ല എന്നുള്ള ഡിഫറൻസേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു പോർഷൻ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും തയ്ക്കും. ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുപ്പിച്ച് ഈ ഒരു തയ്യൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡിലോട്ടും നമ്മൾ തയ്ക്കുകയാണ്. അപ്പം നമ്മൾ ഒരു ട്രയാങ്കിൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നടുക്ക് ഫിഷ് ബോണിൽ വരുന്നവരെ ഇങ്ങനെ 2 സൈഡിൽ നിന്നും വന്ന് നടുക്കൊരു പാർട്ടീഷനായിട്ട് വരും. ഇവിടെ കുറച്ച് ഇത് ബാക്കിയുണ്ടാവും. അങ്ങനെയാണ് ഈ സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് ട്രീ വല്ലതും തയ്ക്കണമെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ, വലിയൊരു ട്രയാങ്കിൾ താഴെ, പിന്നെ ഒരു വലിയ ട്രയാങ്കിൾ അങ്ങനെ വരച്ചിട്ട് ഇത് തയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സ്റ്റിച്ച് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നപ്പോൾ നമ്മൾ 4 സ്റ്റിച്ചസ് കണ്ടു. അതിലത്തെ ചെമ്മന്തി സ്റ്റിച്ച് ആണെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സാരീസിലാണെങ്കിലും ചുരിദാറിലാണെങ്കിലും ഈവൻ ബ്ലൗസസിൻ്റെയൊക്കെ ബാക്കിലൊക്കെ നല്ലോണം ഹെവി വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്ത് മിറർ വർക്കൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സ്പ്രാറ്റ്സ് ഹെഡ് സ്റ്റിച്ച് കണ്ടു. അതാണെങ്കിൽ നമുക്ക് ക്രിസ്മസ് ട്രീനെ പോലെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയൊരു സ്റ്റിച്ചാണ്. അപ്പം ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഹൂപ്പ് തയ്ച്ച് കാണിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഒരു ക്രിസ്മസ് ട്രീ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് തയ്ക്കാവുന്നതാണ്. ട്രയാങ്കിൾ ഷേപ്പ് വരച്ച് 3 ട്രയാങ്കിൾ ഷേപ്പ് വെച്ചിട്ട് ഒരു സ്റ്റെമും കൂടെ വരച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ എടുത്ത് നിൽക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ ആയിട്ട് നമുക്ക് ഹൂപ്പ് തയ്ക്കാൻ പറ്റും. അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങൾ എല്ലാ സ്റ്റിച്ചസും ഈ 4 സ്റ്റിച്ചസും നിങ്ങൾ ചെയ്ത് പഠിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫീഡ്ബാക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ.